ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി, പ്ലഷർ പ്ലസ് ആണ്. ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അതേപോലെ തന്നെ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് കംപ്ലയിൻസുകൾ ഉണ്ടായിരുന്നു. അതായത് ബ്രേക്ക് ജാമായ രീതിയിലുണ്ടായിരുന്നു, കംപ്ലയിൻ്റ് ഉണ്ടായി. പിന്നെ ആക്സിലേറ്റർ കേബിൾ വെച്ചൊരു റേസിംഗ് ഉണ്ടായിരുന്നു, സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലയിൻറ്റുകൾ ഓടിച്ചു നോക്കുമ്പോൾ. പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുക, അതേപോലെ ബ്രേക്ക് ലൈനർ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് വീലും കൂടി അഴിച്ച് നിർത്തിയേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബാക്ക് വീൽ അഴിക്കുക. അതുപോലെ അതിന് ശേഷം ഫ്രണ്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷനും നല്ല ബെൽറ്റാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഹീറോൻ്റെ കമ്പനി ബെൽറ്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് മീറ്ററിനകത്ത് ഏകദേശം ഒരു 5000 കിലോമീറ്ററോളൊക്കെ കാണിക്കുന്നത്. പക്ഷേ മീറ്റർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ കിലോമീറ്റർ അത്ര ഓടിയുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഓട്ടം ഇല്ല വണ്ടിക്ക് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ഉപയോഗിക്കാണ്ടിരുന്നാലും ഓൾറെഡി ഉപയോഗം കുറവാണെങ്കിലും ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. കാരണം വെച്ചാൽ മൂവ്മെൻറ്റുള്ള പാർട്സുകൾ എപ്പോഴും നമ്മൾ ഇടയ്ക്ക് നോക്കി പരിഹരിച്ച് വിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത്യാവശ്യം തുരുമ്പിൻ്റെ പ്രസൻസൊക്കെ കാണിക്കും, മെറ്റൽ ടു മെറ്റൽ പാർട്ടുകളുള്ളൂ. അപ്പോൾ അത് നമ്മളിപ്പോൾ ക്ലച്ചിൻ്റെ CVT ക്ലച്ചിൻ്റെ ബാക്ക് പോർഷൻ നമ്മൾ അഴിച്ച് ക്ലച്ച് ഷൂ തന്നെ യൂണിറ്റ് അഴിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇവിടെ തുരുമ്പ് നല്ല രീതിയിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കൈയോടെ നമ്മൾ അഴിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്ത് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറൊക്കെ അടങ്ങുന്ന യൂണിറ്റാണ്. അതൊന്നും നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അലുമിനിയം ബോഡിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലീൻ ആക്കുക, എയർ അടിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. കിക്കറിൻ്റെ വീലൊക്കെ ആയാലും ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇതിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നേരടിച്ച് ക്ലീൻ ആക്കാം. പിന്നെ ഈ ബാക്കിലേക്ക് തന്നെ ഈ ബ്രേക്കിൻ്റെ കേബിൾ ഉണ്ടല്ലോ, ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതാണ് ശരിക്കും ബ്രേക്ക് ചതഞ്ഞ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടാം, പുതിയതിടാം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഉപയോഗം കുറവുള്ള വണ്ടി ഈ ബ്രേക്കിൻ്റെ ആയാലും കേബിളുകൾക്കൊക്കെ പെട്ടെന്ന് ഔട്ടർ വലിച്ചിലൊക്കെ വരും. കാരണം തുരുമ്പിൻ്റെ പ്രസൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഓൾറെഡി വരുമ്പോൾ തന്നെ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൈയോടെ അത് ചെയ്തു പോവാം. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രീ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഹെഡിൻ്റെ ഇവിടെയൊക്കെയാലും ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ഒരു പ്രസൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം ഇപ്പോൾ ചെയ്യേണ്ട, തൽക്കാലം പോട്ടെ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ലിങ്ക് ബുഷുകൾ, അതായത് സസ്പെൻഷൻ ലിങ്ക് മോഡലാണ്, നമുക്ക് അതൊന്നൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഈ കുഷ്യൻ ബുഷൊക്കെ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ലൈനറാണ്, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ലൈനർ വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്, അതാണ് മെയിനായിട്ടുള്ള, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ടെസ്റ്റ് അടിക്കുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതും ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.62 വരെ കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ കറക്റ്റ് സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വാല്യൂസ് ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ, വേറെ പ്രോബ്ലം ഇല്ല. സ്പീഡോമീറ്റർ വർക്ക് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇത് ഓൾറെഡി സെൻസർ വെച്ച് വർക്ക് ചെയ്യുന്ന യൂണിറ്റാണ്, വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ സെൻസറിൻ്റെ പ്രോബ്ലം ആയിരിക്കണം. നമുക്ക് മീറ്റർ വേറെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് മാറ്റി വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാമായിരുന്നു. അത് മീറ്ററിൻ്റെ ആവാനാണ് 99% സാധ്യത. അപ്പോൾ അത് നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്തിട്ടാണ്. ഓൾറെഡി നമ്മുടെ ലൈറ്റും ഇല്ല മാറ്റി വെച്ച് നോക്കാനായിട്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ്ഗാണ്, പ്ലഗ്ഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. എൻജിൻ ഓയിലൊക്കെ നല്ല ഓയിലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ. പിന്നെ അതിനകത്ത് ആ ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് അഡീഷണൽ മാറ്റേണ്ടി വരാം. സ്പീഡോമീറ്ററിൻ്റെ കേസ് ഈ പറഞ്ഞ പോലെ സെൻസർ പ്രോബ്ലം ആയിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ അത് തൽക്കാലം സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ സർവീസ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള എസ്റ്റിമേറ്റുകളും, അതായത് പാർട്സിൻ്റെയും സർവീസുകളുടെയൊക്കെ ലേബർ ചാർജ് ആയാലും പാർട്സിൻ്റെ റേറ്റുകൾ കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് അറിയാനായിട്ട് നമ്മുടെ കാറ്റലോഗിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് വരുന്ന എക്സ്പെൻസ് ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് പേഴ്സണലായിട്ട് ഒന്ന് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ